ഞാനും എന്റെ അച്ഛനും രാജുവിന് ഇപ്പോഴും അന്യരാ. ഞങ്ങൾ അന്യരാണെന്ന് രാജു കരുതുന്നത് കൊണ്ട് രാജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. മാഡം എന്ന വിളി മാത്രമേ രാജു മാറ്റിയിട്ടുള്ളൂ. രാജു ഇപ്പോഴും എന്നോട് അകലെ സൂക്ഷിക്കുന്നുണ്ട്. എന്താ ഋതു ഇത്? എന്താ ഹരീഷ കാണണമെന്ന് പറഞ്ഞേ? ആ, മണിച്ചേട്ടന്റെ JCB കൊണ്ട് ഈ വീട് മൊത്തം ഇടിച്ചേർത്തണം. ഈ വീട് ഞങ്ങൾ ആ വടിവാള് ഭാസ്കരേട്ടന് വിറ്റു. അല്ല, ഈ വീട് നീക്കം ചെയ്ത് കൊടുക്കാന്ന് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇടിച്ചേർത്താൻ നിങ്ങൾക്ക് എത്ര രൂപ വേണം? അത് ചോദിക്കാനാണ് ഞാനിപ്പോൾ മണിയെ വിളിച്ചത്. എന്താ ഹരീഷ ഇതൊക്കെ? എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതിനിങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? എത്ര കാലമായിട്ട് വേണുവേട്ടനും കുടുംബം താമസിക്കുന്ന വീടായത്? എടാ, വീട് ഞങ്ങൾ ഭാസ്കറിന് വിറ്റു, അതല്ലേ പറഞ്ഞേ? അത് ഞാൻ അറിഞ്ഞു. വേണുവേട്ടന് പകരം ഒരു വീട് കിട്ടുന്നവരെ അവരെവിടെ താമസിപ്പിക്കുന്നതല്ലേ ഒരു മര്യാദ? നിങ്ങൾ മര്യാദ കിടന്നു ഞങ്ങളെ പഠിപ്പിക്കണ്ട. നിങ്ങളുടെ ആരുടെ അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടില്ല. ഇതെന്റെ വീടായിരുന്നു. ഇത് വിറ്റപ്പോ വീട് ഇടിച്ചു നിരത്തി കൊടുക്കാമെന്നായിരുന്നു എഗ്രിമെന്റ്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതൊക്കെ നിന്നോട് പറയേണ്ട കാര്യം എന്താ? ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ടും വേണുവേട്ടനെ കുടുംബത്തെ അറിയുന്നത് കൊണ്ട് പറഞ്ഞു പോയതാ. എന്തായാലും വേണുവേട്ടനും മകനും വരുമ്പോഴും അല്ലേ, മനസാക്ഷിയില്ലാതെ പെരുമാറുന്നത് കൊണ്ട് പറഞ്ഞു പോയതാ. മനസാക്ഷി കച്ചവടത്തിനല്ല ഞാൻ മണിയെ ഇങ്ങോട്ട് വിളിച്ചത്. JCB ഓപ്പറേറ്ററായിട്ടാ. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാ ഞാൻ വേറെ ആളെ വിളിച്ച് ചെയ്യിപ്പിച്ചോളാം. ശരി, വിഷമമുണ്ട്. എന്നാലിതെന്റെ തൊഴിലാ, ഞാൻ ചെയ്യാം. ആ, വർമ്മ സാർ എന്ത് തീരുമാനമായിരിക്കും എടുത്തിരിക്കുന്നത്? എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതെന്തായിരിക്കും? എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം ഒരു വീടാണെന്ന് സാറിനറിയാം. ഇനി പകരം വീട് വാങ്ങിച്ചു തരാനാണെങ്കിൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. എനിക്ക് വാടക വീട് മതി. രാധമ്മയുടെ ഇരിപ്പും എക്സ്പ്രഷനും ഒക്കെ കണ്ട ഏതോണ്ടൊരു വലിയ തെറ്റ് ചെയ്ത മട്ട. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു രാധമ്മ, അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് മറന്നേക്ക്. മോളെ, അങ്ങനെ അതൊക്കെ മറക്കാൻ അവൾക്ക് കഴിഞ്ഞൊന്നും വരില്ല. ഉറവേൽപ്പിച്ചത് അന്യരൊന്നുമില്ലല്ലോ, സ്വന്തം മോളല്ലേ. ശ്രീലക്ഷ്മി തെറ്റിദ്ധരിച്ചതാ. ശ്രീലക്ഷ്മിയെ തെറ്റിദ്ധരിപ്പിക്കേണ്ടത് രുക്മിണിയുടെ ആവശ്യമായിരുന്നു. നമ്മളെല്ലാം പരസ്പര ശത്രുക്കളാവണം. അതിനുവേണ്ടി ആ രുക്മിണി എന്തും ചെയ്യും. മറക്കാൻ ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് പറ്റുന്നില്ല മോളെ. പറ്റണം, അല്ലെങ്കിൽ എന്നും ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും. രാധമ്മയ്ക്കൊരു തെറ്റ് പറ്റി. രുക്മിണിയെ പോലുള്ളവരെ പിന്നെയും വിശ്വസിക്കുന്നത് ആ തെറ്റ്. ഇവളൊരു ശുദ്ധഗതിക്കാരിയായി പോയി മോളെ, എന്ത് ചെയ്യാൻ പറ്റും? അവര് പിന്നെ അടുത്ത് കൂടിയപ്പോ അങ്ങനെ അങ്ങ് വിശ്വസിക്കരുതായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു, അതൊക്കെ പോട്ടെ. പലഹാരം അവര് കടയിൽ നിന്ന് വാങ്ങിക്കാൻ തയ്യാറായിപ്പോ അതങ്ങ് സമ്മതിച്ചാൽ മതിയായിരുന്നു. അല്ല, ചതിക്കാൻ തീരുമാനിച്ചവരാണെങ്കിൽ അവരത് ചെയ്തിട്ടേ പോകും. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് കുറ്റബോധത്തിന്റെ ഒരു കാര്യമില്ല. അതെ, പിന്നെ ചതിക്കപ്പെട്ടു. അതിനുള്ള വിഷമങ്ങള് രാധമ്മ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി വിഷമിക്കണ്ട കേട്ടോ. എനിക്ക് പറ്റിയ അബദ്ധം കാരണം നമ്മൾ പെരുവഴിയിലായില്ല മോളെ. അതാ എന്നെ ഇത്രയും വിഷമിപ്പിക്കുന്നത്. ഇത് പെരുവഴിയല്ലല്ലോ രാധമ്മ, ഒരു ലോഡ്ജല്ലേ. വാടക വീട്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നമ്മള് ഒരു ലോഡ്ജിലായിന്ന് മാത്രം. ഈ നാട്ടില് എത്രയോ പാവങ്ങള് വീടില്ലാതെ കടത്തിണ്ണകളിലും മറ്റു ചേരികളിലും കഴിയുന്നു. നമ്മൾ ഉടനെ തന്നെ ഒരു വാടക വീട് കണ്ടെത്തും, നാളെ തന്നെ. നമ്മളിനി വാടക വീട്ടിൽ താമസിക്കില്ലെങ്കിലേ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കും. അത് ചെയ്തില്ലെങ്കിൽ ഈ മഹാഭാഗ്യമൊക്കെ തന്ന ദൈവത്തെ നാണം കെടുത്തുന്നത് പോലെയാ.
ദൈവം നമ്മളെ ശപിക്കുകയും ചെയ്യും. ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? എന്താ ഇത്ര ആലോചന രാജു? അല്പം മുമ്പ് ഋതു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ച് നിൽക്കായിരുന്നു. വർമ്മ സാർ എന്തോ തീരുമാനം എടുത്തിട്ടുണ്ട്. എതിര് പറയരുതെന്ന് ഋതു എന്നോട് പറഞ്ഞിരുന്നില്ലേ? അതെ, അച്ഛൻ നമ്മുടെ വീടിന്റെ കാര്യത്തിന്. അതേപ്പറ്റി തന്നെയാ ഞാനും ആലോചിച്ചുകൊണ്ടിരുന്ന. വീടിന്റെ കാര്യത്തിന് സാറ് സഹായിക്കാനുള്ള തീരുമാനത്തിലായിരിക്കും. അതായിപ്പോ എന്റെ ടെൻഷൻ. അത്തരം ഒരു സഹായം എനിക്ക് ബുദ്ധിമുട്ടാണ് ഋതു. വീണ്ടും ദുരഭിമാനം അല്ലേ? അതെങ്ങനെ ദുരഭിമാനാവും? അതല്ലേ ആത്മാഭിമാനം. ആത്മാഭിമാനം ഒണ്ണങ്കട്ട. രാജു മേനു ഉങ്ങളൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്? ഞാൻ രാജുവിന്റെ ഭാര്യയല്ലേ? എന്റെ അച്ഛൻ രാജുവിന്റെ പ്രിയപ്പെട്ട ആളല്ലേ? അതെ, അതിലെന്താ സംശയം? സംശയമുണ്ട്. ഞാനും എന്റെ അച്ഛനും രാജുവിന് ഇപ്പോഴും അന്യരാ. ഞങ്ങൾ അന്യരാണെന്ന് രാജു കരുതുന്നത് കൊണ്ട് രാജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന. ഋതു, മാഡം എന്ന വിളി മാത്രമേ രാജു മാറ്റിയിട്ടുള്ളൂ. രാജു ഇപ്പോഴും എന്നോട് അകലെ സൂക്ഷിക്കുന്നുണ്ട്. എന്താ ഋതു ഇത്? ഋതു കരയില്ലേ? ഋതു, എന്താ എന്താ മോളെ? എന്താടാ? ഋതു പറയാം. എടാ മോളെ, പറ മോളെ, നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കിട്ടെ? വീടിന്റെ കാര്യത്തില് അച്ഛൻ സഹായിക്കും, അതച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ രാജുവിനോടൊന്ന് പറഞ്ഞു പോയി. അപ്പോ ദുരഭിമാനം. അത് ദുരഭിമാനമല്ല മോളെ, അതവരുടെ സ്വഭാവമാ. വേണുവിന് രാജു അങ്ങനെയാ. നമുക്ക് തൽക്കാലം ഒരു വാടക വീട് തന്നെ കണ്ടെത്താം. എന്നിട്ട് ആ വീട്ടുകാരുടെ ആട്ടും തുപ്പും കേട്ട് അവരുടെ അടിമകളെ പോലെ കഴിയാന്ന്. അതല്ല മോളെ. വേണ്ട, എനിക്കറിയാം ഞാനും എൻ്റെ അച്ഛനൊക്കെ ഇപ്പോഴും നിങ്ങൾക്കൊക്കെ അന്യരാണ്. ഈ ഒരു കാര്യത്തോടെ ഉറപ്പായിട്ട് എനിക്ക് ബോധ്യായി. ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം പ്രതാപവർമ്മയുടെ മകളായ ഋതികയുടെ ഉറച്ച തീരുമാനം.